റഞ്ജു, അസിസ്റ്റന്റ് പ്രൊഫസർ, ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസസ്, മൊടക്കല്ലൂർ. ഒരു പെൺകുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ മോണയിലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ വ്യതിയാനങ്ങളാണ് ഈ വ്യത്യാസങ്ങൾക്ക് കാരണം. ഇവയുടെ റിസപ്റ്റേഴ്സ് കൂടുതലായിട്ടുള്ള ശരീരഭാഗങ്ങളിൽ മോണയും പെടുന്നു എന്നതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. കൗമാരപ്രായത്തിലായാലും മോണയിൽ നിന്ന് രക്തം വരിക, മോണവീക്കം എന്നിവ കൂടുതലായി കാണാറുണ്ട്. ബേസിക്കലി മോണ ക്ലീൻ ആയിട്ട്, അതായത് പല്ല് ക്ലീനായി ഡെപ്പോസിറ്റ് ഫ്രീ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ മോണവീക്കവും മോണയിൽ നിന്നുള്ള രക്തം വരുന്നതും കുറവായിരിക്കും. പക്ഷേ കുറച്ച് ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും മറ്റ് ആൾക്കാരെ അപേക്ഷിച്ച് കൗമാരപ്രായത്തിൽ കുറച്ചും കൂടി ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലായിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് മാത്രം ഉപയോഗിക്കുക. അതുപോലെ പല്ല് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഗർഭാവസ്ഥയിലും മോണയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാനും മോണ വീങ്ങാനും ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മോണ രോഗങ്ങൾ കാരണമാകാനും ഒക്കെ ഉള്ള മാറ്റങ്ങൾ ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം ഗർഭിണികളിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഗർഭിണിയാണെന്ന് അറിഞ്ഞാലോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലേക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്തോ ഒരു ഡെൻ്റൽ ചെക്കപ്പ് നടത്തുകയും പല്ല് ക്ലീനിങ് ചെയ്യുക, ബേസിക്കലി ഉള്ള കേടൊക്കെ അടയ്ക്കുക, അങ്ങനെ വായ വൃത്തിയായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. ബ്ലീഡിങ്ങും മോണവീക്കം, മോണരോഗം കൂടാതെ തന്നെ പയോജനിക് ഗ്രാനുലോമ, പ്രഗ്നൻസി ട്യൂമർ എന്നുപോലെ ചെറിയ ചെറിയ ഗ്രോത്തുകളും മോണയിൽ ഉണ്ടാവാറുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ടെക്നിക്കിൽ 2 പ്രാവശ്യം ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അതുപോലെ വൊമിറ്റിംഗ് ഉള്ള സമയത്താണെങ്കിൽ വൊമിറ്റിംഗ് ചെയ്ത ഉടനെ ബ്രഷ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇനാമൽ ഇറോഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആർത്തവവിരാമം അഥവാ മെനോപോസിലും മോണയിൽ ചേഞ്ചസ് ഉണ്ടാവും. ഓസ്റ്റിയോപോറോസിസിനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ എല്ലിന് ബലക്ഷയം ഉണ്ടാവുമ്പം അതുപോലെ തന്നെ മോണയിലും വ്യത്യാസം ഉണ്ടാവും. പല്ലിനൊക്കെ ഇളക്കം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കൃത്യമായ ഇടവേളകളിലുള്ള ഡെൻ്റൽ ചെക്കപ്പ്, പല്ല് കറക്റ്റായ രീതിയിൽ ബ്രഷ് ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത്തരം ബ്ലീഡിങ്ങും മോണരോഗമൊക്കെ ഒഴിവാക്കാനുള്ള പ്രധാന മാർഗങ്ങൾ.